ഡോക്സിൽ ഒരു PDF പോലെ നമുക്ക് വേണ്ട ഒരു കാര്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഡോക്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഈ ഫോണിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെർച്ച് ഇതിൽ പോയിട്ട് ഡോക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് വരും. അപ്പോൾ ഇവിടെ ഡോക്സ് എന്ന് എടുത്തു. എൻ്റെ ഇതിൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് വന്നത്. അല്ലെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. അപ്പോൾ അതിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ പ്ലസ് എന്നുള്ളതിൽ എടുക്കുക. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് അതിൽ ചൂസ് ടെംപ്ലേറ്റ്, ന്യൂ വേർഡ് ഫയൽ, ന്യൂ ഡോക്സ് ഫയൽ എന്നുണ്ട്. അപ്പോൾ അതിൽ ന്യൂ ഡോക്സ് ഫയലാണ് നമുക്ക് പുതിയതായിട്ടൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതിലോട്ടാണ് വരിക. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത്, എന്തിൻ്റെതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ചിൽഡ്രൻ എന്നാണ് കൊടുക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതാമെന്ന് കരുതിയിട്ടാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കാണോ ആ ടോപ്പിക്ക് അവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ചിൽഡ്രൻ എന്ന് കൊടുത്തു. അപ്പോൾ അതവിടെ വന്നു. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇതിന് അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ യൂല ക്ലിക്ക് ചെയ്താൽ മതി. ആദ്യം യൂല ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചിൽഡ്രൻ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അണ്ടർലൈൻ കിട്ടും. അപ്പോൾ ഇവിടെ യൂല ക്ലിക്ക് ചെയ്തിട്ട് ചിൽഡ്രൻ, അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിന് അണ്ടർലൈൻ വന്നു. ഇനി അത് നെക്സ്റ്റ് നമുക്ക് ഇറ്റാലിക്സ് എന്നുള്ളതിലാണ് ലെറ്റർ വേണ്ടെങ്കിൽ ആ ഐയിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്ത് കണ്ടോ. അപ്പോൾ ഇറ്റാലിക്കിലായി ആ ഒരു ലെറ്റർ. ഇനി ബോൾഡായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോൾഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ കാണാം. അപ്പോൾ 3 രീതിയിൽ ഇപ്പോൾ ഇവിടെ വന്നു. ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ കളറ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഓൾറെഡി ഉള്ളത് ബ്ലാക്കിലാണ്. നോർമലി അതാണ് നമ്മൾ ചെയ്യാറ്. ഇനിയിപ്പോൾ വേറൊരു കളറാണെന്നുണ്ടെങ്കിൽ ആ കളറ് നമുക്ക് സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ട് നമുക്കിനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് എഴുതാം. അപ്പോൾ ആ കളറിൽ വരും. ഇനി നമുക്ക് ഇതിലോട്ടൊരു ഇമേജാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആരോ ബാർ കൊടുത്താൽ നമുക്ക് താഴോട്ടുള്ളത് വരും. അപ്പോൾ അവിടെ പ്ലസ് എന്നുള്ള അതിൽ പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമേജ്, ടേബിള്, അതുപോലെ ഒരുപാടെണ്ണം നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ നമുക്ക് ഓരോന്ന് ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ ആ ടേബിളിൽ പോവാം. അപ്പോൾ ഫസ്റ്റ് ഇമേജ് ആഡ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇമേജിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഗാലറിയിലോട്ട് പോകും, ഫ്രം ഫോട്ടോസ്. അപ്പോൾ അതിൽ പോയിട്ട് നമുക്കതിന് ഏത് ഇമേജാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഉള്ള ഈ ഒരു ഇമേജാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഇമേജ് ഇവിടെ എത്തി. ഇനി ആ ഇമേജിന് താഴെയാണ് വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഹെഡിങ് നമ്മൾ കൊടുത്തു, അതിന് ബേസ് ചെയ്തിട്ടൊരു ഇമേജ്. ഇനി അതിൻ്റെ താഴെ നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഈ എ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ബ്ലാക്കിലോട്ട് തന്നെ മാറ്റി. ഓക്കെ, അപ്പോൾ ബ്ലാക്കിലോട്ട് മാറ്റുമ്പോൾ ആ കളറാണ് വരിക കേട്ടോ. അപ്പോൾ അവിടെ ചേഞ്ച് ചെയ്തിട്ടില്ല. ബ്ലാക്കിലോട്ടാവുമ്പോൾ ആ കളറാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതിൽ അണ്ടർലൈനോ, അതായത് ഒരു കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പിന്നെ അണ്ടർലൈൻ വേണമെങ്കിൽ, അണ്ടർലൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും പോയിൻ്റ് വൈസ് ആയിട്ട് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുള്ളറ്റ് വരും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുന്നതിനനുസരിച്ച് അടുത്ത ബുള്ളറ്റ് അങ്ങനെ വരും. പിന്നെ നമ്മൾ എഴുതുന്നത് സെൻട്രലിലോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. അതല്ല ഫസ്റ്റിലാണെങ്കിൽ ഇത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കത് അസൈൻ ചെയ്യാം. ഇനി ഒരു ലൈന് ഫസ്റ്റിൽ, പിന്നെ രണ്ടാമത്തത് സെൻറ്റർ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ഫോർമാറ്റിലും നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് കാണാൻ പറ്റും. ആ ഷെയർ ആൻഡ് എക്സ്പോർട്ടിൽ സേവ് ആസ് ഫസ്റ്റ് കൊടുക്കുക. എന്നിട്ട് വേർഡിൽ വേണമെങ്കിൽ നമുക്ക് വേർഡിൽ കൊടുക്കുക. വേർഡിൽ നമ്മൾ അയച്ചു കൊടുത്താൽ വേറൊരാൾക്ക് അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് PDF ആണ് വേണ്ടതെങ്കിൽ ഈ രണ്ടാമത്തെ PDF സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ഇതിപ്പോൾ എന്തായി, എൻ്റെ ഈ ഡോക്സിൽ അത് സേവായി. ഇനി നമ്മളെപ്പോൾ എടുത്ത് നോക്കുമ്പോഴും ഇതിലുണ്ടാവും. ഇനി നമുക്കിത് എന്തെങ്കിലും പ്രസൻറ്റേഷനിലോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ്, ഇപ്പോൾ ഇത് സേവായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഒരു 3 ഡോട്ടിൽ അത് ബാക്ക് അടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ 3 ഡോട്ട് അവിടെ കാണാം. ഇതിപ്പോൾ ഒരു ഫയലായിട്ട് ഇവിടെ ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ നമ്മൾ ചെയ്ത ഫയലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ 3 ഡോട്ടിൽ പോവുക. എന്നിട്ട് ഇതിൽ സെൻഡ് കോപ്പി കൊടുക്കുക.
എന്നിട്ട് PDF-ലാണെങ്കിൽ PDF-ൽ നമുക്ക് വാട്സപ്പ് ത്രൂ കൊടുക്കുക, അതല്ലെങ്കിൽ പ്രസൻറ്റേഷന് നമ്മൾ ഡ്രൈവിൽ സേവ് ചെയ്യണം. അപ്പോൾ PDF കൊടുത്തു. അപ്പോൾ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഡ്രൈവിൽ സേവ് ചെയ്യുക. ഡ്രൈവിൽ സേവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇപ്പോൾ സൂമിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നമുക്കവിടെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അപ്ലോഡ് എന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആ അപ്ലോഡ് നിങ്ങൾ കൊടുക്കുക. അതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും റീനെയിം ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഈ 3 ഡോട്ടിൽ പോയിട്ട് റീനെയിം എന്ന് കൊടുത്താൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അൺടൈറ്റിൽഡ് ഡോക്യുമെൻ്റ് എന്നാണ്. ഇപ്പോൾ നമ്മൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഫയലിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചിൽഡ്രൻ തന്നെ കൊടുത്തു. അപ്പോൾ ആ നെയിം നിങ്ങൾക്ക് എന്തിൻ്റെ ഡോക്യുമെൻ്റ് ആണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു പേര് നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് അവിടെ റീനെയിം എന്ന് കൊടുത്താൽ അതിൻ്റെ നെയിം അതായിട്ട് മാറി. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് സുഖമാണ്. ഇപ്പോൾ നമ്മൾ അതവിടെ അപ്ലോഡ് കൊടുത്തു. ഇനി ആ അപ്ലോഡ് കൊടുത്തത് നെക്സ്റ്റ് നിങ്ങൾക്ക് ഫോണിൽ ഡ്രൈവ് ഉണ്ടാവും. ഡ്രൈവ് ഇല്ലെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതുപോലെ ഡ്രൈവ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാവും. ഓൾറെഡി അധിക ഫോണിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഡ്രൈവ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തു. ഇനി നമ്മളവിടെ നേരത്തെ അപ്ലോഡ് ചെയ്തത് ഇതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ റീസെൻറ്റ് കൊടുക്കുക. ആ റീസെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ചിൽഡ്രൻ എന്നുള്ളൊരു ഫയൽ. അപ്പോൾ ഇത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ നമുക്കവിടെ ഉണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതാണ് നമ്മൾ സൂമിൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പെൻസിലിൻ്റെ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഒരു ടിക്ക് കൊടുത്താൽ അത് അതുപോലെ അവിടെ സേവ്ഡ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ നമുക്ക് ഡോക്സിൽ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഇതുപോലെ നമുക്ക് സ്ലൈഡ്സിലും ചെയ്യാം. അപ്പോൾ ഡോക്സിൽ എങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ.